നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC വീണ്ടും സ്മാർട്ടാകുന്നു. യാത്രക്കാർ ബസ് കാത്തുനിന്ന് മുഷിയേണ്ടി വരില്ല. ഇതിന്റെ ഭാഗമായി ബസ് വരുന്നത് മുൻകൂട്ടി അറിയാൻ ആപ്പ് വരുന്നു. സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് അടുത്തു വരുന്ന KSRTC ബസ്സുകളിലെ വിവരങ്ങളും സീറ്റ് ഒഴിവുണ്ടോ എന്നതും ആപ്പിലൂടെ അറിയാൻ കഴിയും. GPS അധിഷ്ഠിതമായി ഓരോ 6 സെക്കൻഡിലും വിവരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും. ഓൺലൈൻ റിസർവേഷൻ സൗകര്യം കൂടുതൽ വിപുലപ്പെടുത്തും. ബസ്സിലെ ടിക്കറ്റ് വിതരണം മുതൽ വേഗം വരെ കൺട്രോൾ റൂമിൽ അറിയാനുള്ള സൗകര്യം ഇതോടനുബന്ധിച്ച് ഉണ്ടാകും. ബസ്സിലെ യാത്രക്കാരെ ഓരോ പ്രധാന സ്റ്റോപ്പും ടെലിവിഷൻ മുഖാന്തരം അനൗൺസ് ചെയ്ത് അറിയിക്കും. ടിവിയിൽ സ്ഥലം എഴുതി കാണിക്കുകയും ചെയ്യും. ഇതിനായി എല്ലാ ബസ്സിലും TV സജ്ജമാക്കും. ബസ് സ്റ്റേഷനുകളിലും കമ്പ്യൂട്ടർ അധിഷ്ഠിത അനൗൺസ്മെന്റ് വരും. ടിക്കറ്റ് മെഷീനും നെറ്റ്വർക്ക് ശൃംഖലകളും അടക്കം ചെയ്തു കൊടുക്കുന്നതിനായി ചില സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി KSRTC അധികൃതർ ചർച്ചയിലാണ്. നിരക്ക് സംബന്ധിച്ച് ധാരണയായിട്ടില്ല. ഒരു ടിക്കറ്റിന് 15 പൈസ നിരക്കാണ് ഇപ്പോൾ കമ്പനി സർവീസ് ചാർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ടിക്കറ്റിനും മറ്റും ഈ നിരക്ക് അനുവദിക്കാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പുതിയ സംവിധാനം വരുന്നതോടെ ബസ്സുകൾ ഒരേ റൂട്ടിൽ വരിവരിയായി പോകുന്നത് ഒഴിവാക്കാനാകും. ഇതിന്റെ ഭാഗമായി എല്ലാ ബസ് സ്റ്റേഷനുകളും പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കും. ഇതിന് MLA-മാരുടെ ഫണ്ടിൽ നിന്ന് പണം സമാഹരിക്കുന്നതിന് നടപടികളും ആരംഭിച്ചു. 4 മുതൽ 7 വരെ കമ്പ്യൂട്ടർ ഓരോ ഡിപ്പോയ്ക്കും നൽകും. കേന്ദ്രീകൃതമായി ഒന്നിച്ചായിരിക്കും ഇവ വാങ്ങുന്നത്. ബിസ്ക്കറ്റും ലഘുപാനീയങ്ങളും മറ്റും അടങ്ങുന്ന റാക്കുകൾ ബസ്സുകളിൽ സജ്ജീകരിക്കാൻ ആലോചനയുണ്ട്. പുതിയ AC സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും ഈ പരീക്ഷണം ലാഭകരമാണെന്ന് കണ്ടു. ഓരോ ഡിപ്പോയിലും കരാറുകാർ റാക്കുകളിൽ സാധനങ്ങൾ തീർന്നതിനനുസരിച്ച് നിറയ്ക്കണം. ആപ്പ് അധിഷ്ഠിതമായി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ 5 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ആപ്പിന്റെ ട്രയൽ റൺ നടക്കുന്നുണ്ട്. ഓരോ സമയത്തും എത്ര ടിക്കറ്റ് വിറ്റു, എത്ര കളക്ഷൻസ് ലഭിച്ചു, ഏത് ഡിപ്പോയിലാണ് കളക്ഷൻ മുന്നിൽ തുടങ്ങിയ വിവരങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് മുൻകൂർ പണമടച്ചു വാങ്ങാവുന്ന സ്മാർട്ട് കാർഡുകളും ഏർപ്പെടുത്തും. ടിക്കറ്റ് എടുക്കാൻ ഇത് ബസ്സിനുള്ളിൽ സ്വൈപ്പ് ചെയ്യാം. എല്ലാ ഡെബിറ്റ് കാർഡുകളും ഉപയോഗിക്കാം. അതേസമയം KSRTC ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും അമിതവേഗം പാടില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. മത്സരയോട്ടം പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. ജോലിയിൽ കൃത്യനിഷ്ഠത പാലിക്കണം. 2 ബസ്സുകൾ സമാന്തരമായി നിർത്തരുത്. ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കർശന നടപടിയെന്നും മന്ത്രി അറിയിച്ചു. അതിനിടെ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും. പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത്. വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണം. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട. പഴയ കാലമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.